നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക്. ഇന്ന് വെളുത്ത കടലയും കൊണ്ട് പരിപ്പോടെ ഉണ്ടാക്കാം. ഇന്നലെ കറി വെച്ചതിൻ്റെ ബാക്കി എടുത്ത് വെച്ചതാണ്. അത് മുളച്ച് കഴിഞ്ഞ് അതൊന്നും സാരമില്ല. കൂടെ ചേർക്കാൻ വേണ്ടി കുറച്ച് സോയാബീൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കടലയൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ച് കൊണ്ടുവരാം. ഒരുപാട് അരിയൊന്നും വേണ്ട, ഇതുപോലെ ഒന്ന് ആയാൽ മതി. ബാക്കി ഉള്ളതും കൂടി ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. അതും ജാറിലിട്ട് ഇനി സോയാബീൻ കഴുകി വാരി എടുക്കണം. നല്ലപോലെ പിഴിഞ്ഞ് എടുക്കണം. ഇതുപോലെ അങ്ങ് പിഴിഞ്ഞെടുക്കാം. സോയാബീനെല്ലാം ജാറിലിട്ട് സോയാബീൻ ഒന്ന് പൊടിച്ച് കൊണ്ടുവരാം. ഇതുപോലെ ആയാൽ മതി. അതും കൂടി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കൂടെ ചേർക്കാൻ വേണ്ടി 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ച് കരിവേപ്പില ചെറുതായി അരിഞ്ഞ് വെച്ചതാണ്, 7 പച്ചമുളക് റൗണ്ടായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മല്ലിയിലയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 3 സവോളയായത്, സവോള ചെറുതായി അരിഞ്ഞതാണ്. ഇതെല്ലാം കൂടി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ജീരകം ചേർക്കേണ്ടവർക്ക് ജീരകം ചേർക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഗരം മസാല ചേർത്തത് സോയാബീൻ ഇട്ടത് കൊണ്ടാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം സെറ്റാക്കി വെച്ച് മാവെല്ലാം കുഴച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഓരോ ഉരുളകളാക്കി ഇതുപോലെ പരത്തി എണ്ണയിലിട്ട് കൊടുക്കുക. രണ്ടാമതും ഇതുപോലെ തന്നെ റൗണ്ടാക്കി ഇട്ട് കൊടുക്കുക. ഗ്യാസ് ഫ്ലെയിം ഫുള്ളിൽ തന്നെയാണ് ഉള്ളത്. മൂന്നാമത് ഇട്ട് അതൊന്ന് സൈഡിലായിപ്പോയി, അതൊന്നും സാരമില്ല, പൊട്ടുകയില്ല. എണ്ണ കോരി ഒഴിച്ചാൽ മതി. ഇതുപോലെ ഒന്ന് എണ്ണ കോരി ഒഴിച്ചാൽ മതി. ഇനി വെന്തത് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഈ പരിപ്പ് വടക്ക്. മറ്റേ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പരിപ്പ് വടയിലേക്കും ടേസ്റ്റ് കൂടുതലായിരുന്നു. വടയെല്ലാം തിരിച്ചിട്ട് കൊടുത്ത് വെന്തിട്ടുണ്ട്. ഇനി കോരി എടുക്കാം. നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ സൗണ്ട്? കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല സൂപ്പറാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്. ഉണ്ടാക്കാത്തവർ വൈകുന്നേരത്തെ ചായക്കെല്ലാം നല്ല അടിപൊളിയായിരിക്കും. കൂടെ സോസ് കൊടുക്കുക. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇതുപോലത്തെ വട. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.